2014 പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സിനും ഇയോബിന്റെ പുസ്തകത്തിനും വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും അത് ഫഹദിന്റെ സോളോ ഹിറ്റ് ആയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് 2 വർഷക്കാലം ഫഹദ് പുൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ച ചിത്രങ്ങളും വിജയം കണ്ടില്ല. കരിയറിൽ വലിയൊരു വോയിഡ് നിലനിന്ന കാലത്താണ് ഫഹദിനെ നായകനാക്കി മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രം ഒരുങ്ങിയത്. എനിക്ക് നന്നായി അഭിനയിക്കാൻ കഴിവുള്ള നടനെയായിരുന്നു വേണ്ടത്, അതിന് ഫഹദ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അന്ന് തോന്നിയില്ല എന്നാണ് ദിലീഷ് പോത്തൻ പറയുന്നത്. 2016 ഫെബ്രുവരിയിൽ മഹേഷും തൊട്ടടുത്ത വർഷം ജൂണിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും റിലീസിനെത്തിയതോടെ ഫഹദ് എന്ന നടൻ തന്റെ പൊട്ടൻഷ്യൽ തെളിയിക്കുകയായിരുന്നു. ആ അഭിനേതാവിന് സ്വയം കണ്ടെത്താനുള്ള ക്യാൻവാസ് കൂടിയായി ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ. അത് വർഷങ്ങൾക്ക് ശേഷം ജോജിയിലും ആവർത്തിക്കപ്പെട്ടതോടെ പോത്തേട്ടൻ ബ്രില്യൻസിൽ പ്രേക്ഷകർക്കും പ്രതീക്ഷയേറി. ഒരു ഇന്നർവെയറിൽ നൽകിയ ഡീറ്റെയിലിങ്ങിലൂടെ ഫഹദ് എന്ന നടനെ അടിമുടി ഉടച്ച് ഇടുക്കിക്കാരൻ മഹേഷ് ആക്കിയെടുത്ത കരവിരുതിനെ പിന്നെന്ത് പേരിട്ട് വിളിക്കണം? മൈസൂർ സെന്റ് ഫിലോമിനസ് കോളേജിൽ BSc പഠിക്കുന്ന കാലത്താണ് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഒരു മലയാള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നെന്നറിഞ്ഞ് ലൊക്കേഷൻ കാണാനായി ഒരു പയ്യൻ എത്തുന്നത്. മലയാളിയാണെന്നറിഞ്ഞപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായി അവിടെ ഒരു സീറ്റിൽ ഇരിക്കാമോ എന്ന് അവനോട് പിന്നണി പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷോട്ടിൽ അത്ഭുതത്തോടെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ആ പയ്യനെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞ പ്രേക്ഷകർ ആശ്ചര്യത്തോടെ പറഞ്ഞു, നമ്മുടെ പോത്തേട്ടൻ എന്ന്. അമ്പട പുളുസു എന്ന് പറഞ്ഞു വെക്കാനാവുന്ന അത്ര ലാഘവത്തോടെ സിനിമകൾ ഓരോന്നും അനശ്വരമാക്കുന്ന ദിലീഷ് പോത്തൻ എന്ന മലയാളികളുടെ സ്വന്തം പോത്തേട്ടൻ. സഹസംവിധായകനായി ഞാൻ പ്രവർത്തിച്ച ആദ്യ 7 ചിത്രങ്ങളും പരാജയമായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ 8ാമത്തെ ചിത്രം സൂപ്പർ ഹിറ്റാണ്. ആദ്യ ചിത്രത്തിന് തന്നെ ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ സംവിധായകന്റെ വാക്കുകൾ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ക്യാമറയ്ക്ക് പുറകിലെ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾക്കും ഒടുവിൽ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകൾക്ക് ജീവൻ നൽകിയ സംവിധായകൻ ഇന്ന് അഭിനയ ജീവിതത്തിലും അർപ്പണത്തിന്റെ വിളവ് കൊയ്യുകയാണ്. മോളിക്കുലർ ലെവൽ ഡീറ്റെയിലിംഗ് കൊണ്ട് മഹേഷിനെയും കള്ളൻ പ്രസാദിനെയും ജോജിയെയും വെള്ളിത്തിരയിലെ മായാജാലമാക്കി മാറ്റിയ പോത്തേട്ടൻ ബ്രില്യൻസ് മികച്ച കഥാപാത്ര ആവിഷ്കാരത്തിനപ്പുറം കഥാപാത്ര അവതരണത്തിലേക്കും പരന്നൊഴുകുകയാണ്. സെക്രട്ടറി അവറാന് പിറകെ എത്തുന്ന മൈക്കിൾ പ്രേക്ഷകന് നൽകുന്നത് എസ്കേപ്പ് ഇല്ലാത്ത നിസ്സഹായതയും മരവിപ്പുമാണ്. ഞാൻ അഭിനയത്തിലേക്ക് എത്തുന്നത് യാദൃശ്ചികമായാണ്, ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒരു ഹീറോയ്ക്ക് വേണ്ട കൺവെൻഷണൽ ഫീച്ചറുകൾ ഒന്നും എനിക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞ ദിലീഷ് പോത്തൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മികച്ച പ്രകടനങ്ങളിലൂടെയാണ് ഞെട്ടിക്കുന്നത്. ദിലീഷ് പോത്തൻ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഓ ബേബി, റൈഫിൾ ക്ലബ് എന്നീ ചിത്രങ്ങളിലും ആരെയും അതിശയപ്പെടുത്തുന്ന അഭിനയമായിരുന്നു. ഉദയത്ത് ബേബി എന്ന തലമുറകളായി കൈമാറി കിട്ടിയ വിധേയത്വം ഭേദിക്കാനാവാതെ കഴിയുന്ന എസ്റ്റേറ്റ് പണിക്കാരനായി ദിലീഷ് പോത്തൻ എത്തിയപ്പോൾ ചിത്രം പ്രകടനം കൊണ്ട് കയ്യടി നേടുന്നുണ്ട്. അയാൾ തിരിച്ചടിക്കുന്നതിൽ പ്രേക്ഷകർക്ക് ഒരു അഡ്രിനാലിൻ ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. സ്റ്റണ്ടും പ്രണയവും ഡ്രാമയും എല്ലാം ഇഴചേർന്ന ബേബിയുടെ ഹീറോയിസം അയാളുടെ മാനസികതയിൽ ഊന്നി നിൽക്കുകയാണ്. അവിടെ നിന്നും റൈഫിൾ ക്ലബിലെ കടുവച്ചാലിൽ അവറാൻസ്കറി എന്ന സെക്രട്ടറി അവറാനിലേക്ക് എത്തുമ്പോൾ ആ ഹീറോയ്ക്ക് മുൻപ് എഴുതിയതോ കണ്ടതോ ആയ കഥാപാത്രങ്ങളുടെ ഒന്നും ലാഞ്ചനയുണ്ടാവുന്നില്ല. ക്ലബ് അണ്ടർ അറ്റാക്ക് എന്ന സന്ദേശം ലഭിച്ചയുടൻ രക്ഷകനായി എത്തുന്ന അവറാന്റെ എൻട്രി അടുത്ത കാലത്ത് മലയാള സിനിമയിലുണ്ടായ മാസ് ഹീറോയിക് മൊമെന്റുകളിൽ ഒന്നായിരുന്നു. ഒരു റെയിലിൽ തൂങ്ങിയൊഴുകി ഷാർപ്പ് പോയിന്റിലെത്തി എതിരെ നിൽക്കുന്ന സ്നൈപ്പർമാരെ പോയിന്റ് ബ്ലാങ്കിൽ തളയ്ക്കുന്ന അവറാൻ പോത്തേട്ടൻ പറഞ്ഞതുപോലെ കൺവെൻഷണൽ ഹീറോയിക് ഫീച്ചറുകൾക്ക് പുറത്തു തന്നെയാണ്. ഏറ്റവും ഒടുക്കം ഔസേ പിൻഡോസ്യത്തിലേക്ക് എത്തുമ്പോൾ മൈക്കിൾ പല പോയിന്റിലും ഹീറോയും ആന്റി ഹീറോയും ആവുകയാണ്. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ കുറ്റബോധം ഉള്ളു നിറയെ തളം കെട്ടിക്കിടക്കുന്ന പ്രായശ്ചിത്തത്തിന് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന മൈക്കിൾ മാത്രമേ കാണൂ. സിനിമയുടെ ഒരു പോയിന്റിൽ അയാൾ തന്റെ മകളെ ചിരിച്ചുകൊണ്ട് യാത്രയാക്കുന്നുണ്ട്. അവിടെ അയാൾ പ്രകടിപ്പിക്കുന്നത് സന്തോഷമാണെങ്കിലും പ്രതിഫലിക്കുന്നത് സങ്കടമാണ്. കയ്യിൽ പറ്റിയ രക്തക്കറ കഴുകിക്കളയാൻ ശ്രമിക്കുന്ന ലേഡി മാക്ബത്തിനെ പോലെ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന മൈക്കിൾ ദിലീഷ് പോത്തൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രമായിരിക്കും. സിനിമ എന്നത് ഒരു കലയാണ്, അത് നാളത്തെ ചരിത്രമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ തെറ്റുണ്ടാവരുത്, അത് കാലഘട്ടത്തെ രേഖപ്പെടുത്തേണ്ടതാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് എന്ന് പറയുന്ന കാഴ്ചയും കാഴ്ചപ്പാടുമുള്ള സിനിമാക്കാരനാണെന്നിടത്താണ് ദിലീഷ് പോത്തൻ വ്യത്യസ്തനാവുന്നത്. ഹാസ്യത്തിലും വില്ലത്തരത്തിലും ദിലീഷ് പോത്തൻ ഒരുക്കുന്ന വിരുന്ന് സമൃദ്ധമാണ്. മഹേഷിലെ എൽദോ ചായനായും റാണി പത്മിനിയിലെ ഉല്ലാസ് മേനോനായും രക്ഷാധികാരിയിലെ ജോർജേട്ടനായി മാറുന്ന അതേ ദിലീഷ് പോത്തനാണ് ഈമയവിലെ വാസിക്കാരൻ വികാരിയാവുന്നതും ജോസഫിലെ പീറ്റർ ആകുന്നതും മാലിക്കിലെ അബൂബക്കർ ആകുന്നതും ഒക്കെ. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. നടൻ, സംവിധായകൻ എന്നതിനുപരി അയാൾ ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന പ്രേക്ഷകന്റെ വിശ്വാസ്യതയിൽ കൂടിയാണ്
ദിലീഷ് പോത്തൻ വിജയം കണ്ടെത്തുന്നത്. എത്ര ക്രൂരനായ കഥാപാത്രമായാലും ആ വേഷത്തിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകന്റെ വെറുപ്പ് സമ്പാദിക്കാനും ആ വേഷം അഴിച്ചു വെച്ചാൽ പിന്നെ പോത്തേട്ടൻ എന്ന പ്രിയപ്പെട്ട മനുഷ്യനായി കാണുന്ന പ്രേക്ഷകന്റെ സ്നേഹം സമ്പാദിക്കാനും സാധിക്കുന്നു എന്നിടത്താണ് അയാൾ കിങ് ആവുന്നത്.